ഹലോ, ഇന്ന് ഞാൻ ലോങ് പംകിൻ വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കലാണ്. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സ്റ്റൈലാണ് എപ്പോഴും ഉണ്ടാക്കല്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലോങ് പംകിൻ്റെ ഹാഫ് പോർഷനും പിന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ ചെറിയ പീസ് ബാക്കിയുണ്ടേനും. അപ്പോൾ ആ പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ടേനും. എല്ലാം കൂടി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പംകിന് ഇട്ട് കൊടുക്കുക. അതിനാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ ടൈമിലേക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഒരു മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ എടുക്കുക. ഒരു 3-4 സ്പൂണാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് ഒരു 2-3 സ്പൂണ് തൈര് എടുത്തിന്. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തത്. പിന്നെ ഇല്ലേ, ഞാൻ 1-2 വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ചില വീഡിയോസിൽ ചില ആൾക്കാർ ജീരകം ഇടുന്നുണ്ട്, ചില ആൾക്കാർ ജീരകം ഇടുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു ടീസ്പൂണ് കടുകും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇത് വേവിച്ച് വെച്ച പംകിനിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിലിൽ കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് കാച്ചി ഒഴിക്കാം. അപ്പോൾ സൂപ്പർ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.